സത്യവിശ്വാസി സഹോദരന്മാരെ, നമ്മളെല്ലാം യഥാവിധി എല്ലാ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാം അറിയുന്ന അൽ അലീമായ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അൽ ബസീറായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ നൈമിഷികത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുകൊണ്ട് എന്നെന്നും ശാശ്വതമായി നിലനിൽക്കുന്ന പരലോകത്തിനു വേണ്ടി പ്രയത്നിക്കും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നന്മ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് കിട്ടിയാൽ പോലും അതിൽ പരമാവധി നന്മകൾ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പരമാവധി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ശ്രദ്ധ മുഅ്മിനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്ത് വെച്ച് ഇതിന്റെ ഫലമെല്ലാം കൊയ്തെടുക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്നു, വുജൂഹു യൗമഇദിൻ നാഇമ, അന്നേ ദിവസം ചില മുഖങ്ങൾ മിനുത്ത് തുടുത്തതായി നിനക്ക് കാണാൻ സാധിക്കും. ലിസഈഹാ റാദിയ, എന്തിനാണ് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്? തൃപ്തികരമായ ഒരു പ്രവർത്തന രീതിയായിരുന്നു അവർ ഈ ദുനിയാവിൽ ജീവിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണ് പരമാവധി സമയം കിട്ടുമ്പോഴെല്ലാം പാപങ്ങളിൽ മുഴുകി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂറത്ത് ആലി ഇംറാനിലെ 30-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് ഇത്തരം ചില ആളുകൾ പറയുന്ന ചില സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഖേദപ്രകടനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. നന്മയായും തിന്മയായും ഓരോരുത്തരും പ്രവർത്തിച്ച കാര്യങ്ങൾ മുഴുവൻ നേർക്കുനേർ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന, ഹാജരാക്കപ്പെടുന്ന ആ ദിവസം ചില ആളുകൾ പറയുമെന്നാണ്, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, ഞാൻ ചെയ്ത ഈ ദുഷ്പ്രവർത്തനങ്ങളുണ്ടല്ലോ, സയ്യിഅത്തുകൾ, ഇതും എന്നിലും തമ്മിൽ ഒരുപാട് വഴിദൂരം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ ആശിച്ചുകൊള്ളും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അല്ലാഹു തന്നെപ്പറ്റി നമ്മളോട് ഓരോരുത്തരോടും താക്കീത് നൽകുകയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപങ്ങളിൽ മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നാളെ നമ്മൾ മരിച്ച് നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വെച്ച് അവരവരുടെ പാട്ടിന് പോകുമ്പോൾ പിന്നീട് നമ്മളും നമ്മുടെ അമലുകളും മാത്രമാണ് അവിടെ ബാക്കിയാവുക എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടൊരു തിന്മയിലേക്ക് എടുത്തു ചാടുക എന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടായിരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വന്നു പോയിട്ടുള്ള പാപങ്ങൾ നമുക്കെല്ലാം പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുന്നതാണ്. ആമീൻ. പാപികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറായിൽ പറയുന്നുണ്ട്, അവർ ദുനിയാവിലേക്കൊന്ന് എത്താൻ കൊതിക്കുമെന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വീണ്ടും തിന്മകൾ ചെയ്ത് അതിൽ മുഴുകി ജീവിക്കാനല്ല, മറിച്ച് ഒരു ജീവിതം കൂടി, നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ലാസ്റ്റ് ചാൻസ്, അങ്ങനെ ഒരു ലാസ്റ്റ് ചാൻസ് പടച്ചോനെ എനിക്ക് ദുനിയാവിൽ നീ തന്നാൽ ഞാൻ ജീവിച്ച് കാണിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അവരവിടെ പറയും, അവരവിടെ കൊതിക്കും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുകയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജ്വലിക്കുന്ന നരകമാണ് അവർക്കുള്ളത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. മാത്രവുമല്ല, നമ്മൾ പാപങ്ങളുടെ മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എത്ര ഹറാമുകൾ ചെയ്യുന്നുണ്ട്, ഇതൊന്നും പടച്ചോൻ എന്നെ പിടികൂടുന്നില്ലല്ലോ. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിട്ടുള്ള എന്താ? പാപങ്ങൾ ചെയ്താൽ പടച്ചോൻ റിസ്ക് കുറയ്ക്കും, പരീക്ഷണങ്ങൾ കൂട്ടും എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്തെല്ലാം തിന്മകളിൽ മുഴുകി ജീവിക്കുന്നു, എന്തെല്ലാം നന്മകൾ ഞാൻ ഒഴിവാക്കുന്നു, പക്ഷേ പടച്ചോൻ അതിലൊന്നും എന്നെ കുഴക്കുന്നില്ലല്ലോ എന്ന് ഒരു വേള നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതി, ദുനിയാവിൽ തന്നെ പരീക്ഷണങ്ങളും ശിക്ഷകളും ഇറങ്ങാൻ പാപങ്ങൾ കാരണമാകും എന്നുള്ളതാണ്. സൂറത്തുൽ അൻആമിലെ 6-ാമത്തെ ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തെളിവായി നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പാപങ്ങളിലേക്ക് പിശാച് നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും നമുക്ക് വളരെ കൃത്യമായി അറിയിച്ചു തന്നു. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യനാണ്, നമുക്കൊക്കെ അറിയാം, ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കിതാബായ ത്വരീഖുൽ ഹിജ്റത്തൈൻ വ ബാബു സആദത്തൈൻ എന്ന കിതാബിൽ, ആ ഒരു കിതാബിന്റെ ഒരു ഇതിവൃത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആകത്തുക എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ത്വരീഖുൻ, അതൊരു, അല്ലെങ്കിൽ ഹിജ്റത്തുൻ, ഹിജ്റ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പലായനമാണ്. ത്വരീഖുൽ ഹിജ്റത്തൈൻ, 2 തരം ഹിജ്റയെ കുറിച്ച് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പറയുന്നത്.
ഒന്നാമത്തെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അൽ ഹിജ്റത്തു ഇലല്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിലേക്കുള്ള ഹിജ്റയാണ്. രണ്ടാമത്തത് അൽ ഹിജ്റത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ഹിജ്റയുമാണ്. അതേപോലെ തന്നെ ആ കിതാബിന്റെ ബാക്കി ഭാഗത്തുള്ള ഒരു പേര് ബാബു സആദത്തൈൻ എന്നുള്ളതാണ്. രണ്ട് തരം വിജയങ്ങളിലേക്കുള്ള വാതിലുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയം. കിതാബിൽ പ്രതിപാദിക്കപ്പെടുന്നത് നമ്മൾ ദുനിയാവിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കണം, അതേപോലെ തന്നെ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കണം. അപ്പൊ ആ ഒരു കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി പാപങ്ങൾ ഒരുപാടുണ്ടല്ലോ, ആ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി ആ കിതാബിലൂടെ നമുക്ക് 10 പരിഹാര മാർഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ 10 പരിഹാര മാർഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു മാർഗമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് ഇൽമുൽ അബ്ദി ബിഖുബിഹിഹാ വലിദാലതിഹാ, പാപങ്ങളുടെ നിന്ദ്യതയും അതേപോലെ തന്നെ അത് എത്രത്തോളം മ്ലേച്ഛതയുമാണ് എന്ന് ഒരാൾ അറിഞ്ഞിരിക്കൽ അതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കേട്ട ആയത്താണല്ലോ, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ് മാ ദഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛവൃത്തികളെ മാത്രമാകുന്നു അള്ളാഹു നിങ്ങൾക്ക് മേൽ ഹറാമാക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും അത് വൃത്തികേടാണ്, മ്ലേച്ഛതയാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു കാരണമാകും, സഹായകമാകും എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് പൊതുവെ നമ്മളൊക്കെ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന പല തിന്മകളുണ്ട്. അതിലൊരു തിന്മയാണ് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ വിഷയം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ഒരു രൂപം പറഞ്ഞു, നമ്മുടെ നിര്യാണിക്ക് താഴേക്ക് വസ്ത്രം ഇറങ്ങരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇറങ്ങരുത് എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഒരു കാര്യം പറയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിര്യാണിക്ക് താഴേക്ക് പേന്റ് ഇറങ്ങുന്നതിനെ കുറിച്ച് പുരുഷന്മാരോട് പറഞ്ഞു, ആ ഒരു പേന്റ് അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം, അത് മുണ്ടാകട്ടെ പേന്റാകട്ടെ ഏതോ രീതിയിലുള്ള വസ്ത്രമാകട്ടെ, പുരുഷന്മാരാണ് എങ്കിൽ നിര്യാണിക്ക് താഴേക്ക് ഇറങ്ങുന്ന വസ്ത്രം നരകത്തിലാണ് എന്നുള്ളതാണ്. അപ്പം വസ്ത്രം മാത്രം നരകത്തിൽ പോകില്ലല്ലോ. അപ്പൊ അതൊരു തിന്മയായി തന്നെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതിന്റെ പര്യവസാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ ഒരു ചെറിയ തിന്മയാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പക്ഷേ പടച്ചുകൊണ്ടെടുത്ത് ഇതിന് വലിയ ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സഹായകമാണ്. രണ്ടാമത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഖൗഫുല്ലാഹ് വഖശിയതുഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. സൂറത്തുൻ നാസിഅത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നമുക്ക് പഠിപ്പിച്ച ഒരു വിഷയം, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹു പറയാണ്, നാളെ പടച്ചോന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ഭയത്തോടു കൂടി ഒരു തിന്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം എത്തിയ ആ സമയത്ത് ആരെങ്കിലും തന്റെ നഫ്സിനെ അതിൽ നിന്നും തടുത്തുകൊണ്ട് അതിൽ നിന്നും ഒഴിവായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത് എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത്, അൽ മുഅ്മിനു യഅമലു ബിത്ത്വാഅത്ത് വഹുവ മുഷ്ഫിഖുൻ വജിലുൻ ഖായിഫുൻ. ഒരു മുഅ്മിനായ വ്യക്തി നന്മകൾ ചെയ്യുമ്പോൾ തന്നെ ഭയത്തോടു കൂടിയായിരിക്കും ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ നന്മ അള്ളാഹു സ്വീകരിച്ചാലേ നന്മയെ രേഖപ്പെടുത്തുന്നുള്ളതാണ്. അപ്പം ആ ഒരു ഭയം അയാൾക്ക് ഉണ്ടാകും. എന്നാൽ വൽ ഫാജിറു, തെമ്മാടിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഅമലു ബിൽ മആസി വഹുവ ആമിനുൻ, തിന്മകൾ ചെയ്യുമ്പോൾ തെമ്മാടിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള പേടി ഉണ്ടാവില്ല, ഫുൾ നിർഭയത്തായിരിക്കും, ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ തിന്മ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളോട് സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇതിൽ ഏതിലാണ് നമ്മൾ പെടുക എന്നുള്ളത്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളാണ്. ഈ രണ്ട് സ്വഭാവത്തിൽ ഏതാണ് നമുക്കുള്ളത്, തിന്മയോടും നന്മയോടുമുള്ള സമീപനം എന്ന് നമ്മളൊക്കെ ഒന്ന് ഉറ്റാലോചിക്കേണ്ട വിഷയമാണ്. പടച്ചോൻ ഖൈറാക്കട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞില്ല, ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീല വലബകൈതും കസീറ. ഞാൻ അറിഞ്ഞതെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതെന്താ അതിന്റെ ഒരു കാരണം? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ പരലോകത്ത് കണ്ടുമുട്ടാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നരകവും നമ്മൾ പോകാൻ തീരെ ആഗ്രഹിക്കാത്ത സ്വർഗവും, അതേപോലെ തന്നെ നമ്മൾ തീരെ പോകാൻ ആഗ്രഹിക്കാത്ത നരകവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവും കണ്ടിട്ടുണ്ട്, നരകവും കണ്ടിട്ടുണ്ട്. നരകത്തിലെ ശിക്ഷയുടെ ഭയാനകതയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേർ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്, ഭീതിജനകമായ പരലോകത്തിന്റെ സാഹചര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിരിയും കളിയുമായി തമാശകളുമായി ദുനിയാവിന് വേണ്ടി ജീവിക്കാതെ ഒരു സമയമെങ്കിലും നമ്മൾക്ക് എത്തും, നമ്മൾക്കിതൊക്കെ മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന ഒരു നിമിഷം നമുക്ക് വരും എന്ന ഒരു ബോധ്യത്തോടു കൂടി അള്ളാഹുവിനോടുള്ള ഭയത്താൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പഠിപ്പിക്കുന്നു, അൽ ഹയാഉ മിനല്ലാഹി അസ്സ വജൽ. പടച്ചോനെ തൊട്ടുള്ള ഒരു ലജ്ജ നമുക്കുണ്ട് എങ്കിൽ തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു തിന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഉപ്പയോ ഉമ്മയോ നമുക്കേറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെയാണ് ആവേണ്ടത്. അവരുടെ മുമ്പിൽ വെച്ച് ഒരു തെറ്റായ വാക്കുപോലും ഉച്ചരിക്കാൻ നമ്മളൊരു പരിശ്രമിക്കും, നമ്മൾ പരമാവധി ചരയിക്കും, അല്ലെ? അങ്ങനെ ഒരു തെറ്റായ വേർഡ് നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. എത്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ പറയുന്നതൊന്നും അവിടെ നമ്മൾ പറയൂല, അല്ലേ? ചുറ്റും നിന്നും പരമാവധി വിട്ടു നിൽക്കും.
ഇനി അതല്ല, രഹസ്യമായി തിന്മ ചെയ്യുന്ന പല ആളുകളുണ്ട് നമുക്കിടയിലൊക്കെ. അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ. ആ രഹസ്യമായി നമ്മൾ ചെയ്യുന്നത് എന്തിനാ? പരസ്യമായി കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരായി പോകും എന്നുള്ളത്. അപ്പൊ ആ ഒരു ഉളുപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ്, ആൾക്കാർ കാണൂലേ എന്നുള്ളത്. മഹാനായ സഈദ് ബിൻ യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അൻസാരിയായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔസിനി, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് എനിക്ക് ഉപദേശം നൽകിയാലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഊസീക അൻ തസ്തഹ്യിയ അല്ലാഹ അസ്സ വജൽ, നീ അള്ളാഹുവിനോട് ലജ്ജയുള്ളവനായി മാറണം എന്നുള്ളതാണ് ഞാൻ നിന്നോട് ഉപദേശിക്കുന്നത്. കമാ തസ്തഹ്യി റജുലൻ സാലിഹൻ മിൻ ഖൗമിക്, ഏതുപോലെ നീ ലജ്ജ പുലർത്തണം നിന്റെ സമൂഹത്തിലെ ഏറ്റവും സാലിഹായ ഒരു മനുഷ്യനിൽ നിന്നും നീ നിന്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നത് പോലെ അത്രയും ഒരു ലജ്ജ അള്ളാഹുവിനോട് നിനക്ക് പുലർത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മൾ രണ്ട് വശത്തേക്കും ഇങ്ങനെ നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്യുകയാണ്, കാണുകയാണ്, ചാറ്റ് ചെയ്യാണ്, തെറ്റായ ഒരു സംഗതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റും നോക്കും, ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ അല്ലെ? ഒരു ക്രൗഡിന്റെ ഇടയിൽ ഒരു കല്യാണ പറയലെ കാണുന്നുണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നോക്കും, തൊട്ടടുത്ത ആൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ ചാറ്റ് ചെയ്യുന്ന ആൾ നോക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു ബേജാറും ഒരു ഉളുപ്പുണ്ടാവും. അയാൾ കാണരുത്, എന്തേ നമ്മൾ മാന്യത കൈവിട്ട് കളിക്കരുതല്ലോ അല്ലെ? എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു കാണുന്നില്ല ഇതെല്ലാം. അള്ളാഹു കാണുന്നില്ല ഇതെല്ലാം. നമ്മൾ ആളുകൾക്കിടയിലായിരുന്നാലും ഒറ്റക്കായിരുന്നാലും നമ്മൾ നമ്മുടെ വീടിനുള്ളിലായിരുന്നാലും അള്ളാഹു കാണുന്നില്ല ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ആ ചിന്ത നമുക്ക് തിന്മകൾ വിട്ടു നിൽക്കാൻ ഒരു പ്രചോദനമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുകയാണ്, മുറാഅതു ബിനിഅമതിഹി അലൈക, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ചു, നമുക്കൊക്കെ കാണാൻ കണ്ണുകൾ നൽകി. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ കണ്ണുകൾ കൊണ്ട് കാണാം. അതോടൊപ്പം തന്നെ വേറൊരു ചോയ്സ് കൂടിയുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു വിലക്കിയ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും നോട്ടങ്ങളും നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാനുള്ള അവകാശം, ഒരു ചോയ്സ് പഠിത്തം നൽകിയിട്ടുണ്ട്, ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ഒരു ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതി, ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്ര വലിയ നിഅമത്ത്, അനുഗ്രഹമാണ് തടയപ്പെടുന്നത്. ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസമായിരിക്കും അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഒന്ന് സ്വന്തം ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അവരെ ഒരു നോക്ക് കാണാനുള്ള ഒരു ആഗ്രഹമെങ്കിലും അവർക്ക് ഉണ്ടാവൂലേ സുഹൃത്തുക്കളെ? അവർക്ക് കാണാൻ കഴിയുമോ? അവർക്ക് കാണാൻ കഴിയുമോ? ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ട് പോലും പല ആളുകൾക്കും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇത് അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കണ്ണ് കാണാത്ത ആൾക്കാർ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നുള്ളതല്ല, അള്ളാഹു അവർക്ക് കൂടുതൽ ഇഷ്ടം നൽകുന്നതിന്റെ ഭാഗമായി പരീക്ഷണം നൽകുന്നു എന്നുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാൻ നമ്മളൊക്കെ കേട്ടതാണല്ലേ. അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിന്റെ വില നമുക്കറിയണം. ഇത് അള്ളാഹ് തന്ന കണ്ണാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേ ഞാൻ ചെലവഴിക്കൂ, അള്ളാഹു തൃപ്തിയുള്ള മാർഗത്തിലേ ഞാൻ നോട്ടമിടുകയുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ വലിയ ഒരു രണ്ടാമത്തെ ഒരു അനുഗ്രഹമായി നമുക്ക് എണ്ണാൻ കഴിയുന്നതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അള്ളാഹു നമുക്കെല്ലാം ബുദ്ധിശക്തി നൽകി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ചില സംസാരങ്ങളോ രൂപരേഖകളോ അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം തൊടാതെ വിഴുങ്ങാനുള്ളതല്ല ഈ ബുദ്ധി. എങ്കിൽ അയാൾക്ക് മാത്രം ആ ബുദ്ധി വർഷം കൊടുത്താൽ മതിയായിരുന്നു. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാൻ, തദബ്ബുർ നടത്താൻ, അള്ളാഹുവിന് ഇഷ്ടമാകുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിശക്തിയെ പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഈ ബുദ്ധിശക്തി ഉപയോഗിക്കേണ്ടതുണ്ട്. അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ നമുക്ക് മറ്റൊരു അനുഗ്രഹമായി കാണാൻ സാധിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാവ്, സംസാര ശക്തി എന്ന് പറയുന്നത്. ഒരു മ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെന്ന് കൂട്ടാം, പ്രശ്നം കാക്കട്ടെ, അങ്ങനത്തെ ഒരു കുട്ടി, സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെന്ന് കൂട്ടാം, നമുക്ക് എത്ര അടങ്ങാറായിരിക്കും. ഒന്ന് വാപ്പ എന്നെങ്കിൽ ഒരു അനക്കം ആ കുട്ടിയുടെ നാവിൽ നിന്ന് നമ്മൾ കൊതിക്കും അല്ലേ? എത്ര പ്രയാസപ്പെട്ടിട്ടാ ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്നത്. ഒരിക്കലും പുരുഷനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, സ്ത്രീകൾക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഉമ്മമാരെ, നിങ്ങൾ പ്രസവിച്ച ആ കുട്ടി ഇത്തരത്തിൽ നാവിന് ചലനശക്തിയില്ലാത്ത അല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്ത ഒരു കുട്ടിയാണ് എങ്കിൽ ഇത്ര നമ്മൾ സഹിച്ചത് ഉമ്മ എന്ന് സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടിയുള്ള ഒരു വിളിയായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരു സംസാര വൈഭവം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എത്ര വലിയ പ്രയാസത്തിലേക്ക് നമ്മൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് സൂറത്തു ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്തിലൂടെ പടച്ചോൻ ഇത് പറഞ്ഞു തന്നു നമ്മളോട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കണക്കാക്കിയാൽ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കൂല എന്നുള്ളതാണ്. അത്രയധികം അനുഗ്രഹങ്ങൾ പടച്ചോൻ നമുക്ക് തന്നു. എന്നാലും നമുക്ക് ഇല്ലാത്തത് എന്താണോ അതിലേക്കാണ് നമ്മളൊക്കെ കണ്ണു കൊണ്ടുപോകുക എന്നുള്ളത്. ഗാസയിലെ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഉള്ളത്? നമുക്കുള്ള എന്തെല്ലാം അവർക്കില്ല. എന്നിട്ടും അതിലേതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരു വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടോ ആത്മഹത്യ ചെയ്യുന്ന?
നിരാലംബയായ ഒരു ഉമ്മ തന്റെ കുട്ടികളെല്ലാം നഷ്ടപ്പെട്ടിട്ട്, ഭർത്താവിനെയും നഷ്ടപ്പെട്ടിട്ട്, വീടും നഷ്ടപ്പെട്ടു, അഭയാർത്ഥി ക്യാമ്പിൽ, റെഫ്യൂജി ക്യാമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു ഉമ്മ ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പടച്ചോൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടാണ് സഹോദരങ്ങളെ. അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ ഈ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു തിന്മയിലേക്കും ഞാൻ പോവുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത് വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം 10 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. 5ാമതൊരു കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് പലരോടും ഇഷ്ടമുണ്ട്. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ മക്കളോട്, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്. എന്നാൽ ഈ നേരത്തെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയ അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹിനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹ് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യൂല എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് വളരെ കൃത്യമായി അറിയിച്ചു തരുന്നുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസാണ്. ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലദീ യബ്തുഷു ബിഹാ വരിജ്ലഹു അല്ലദീ യംശി ബിഹാ വഇൻ സഅലനീ ലഉഅതിയന്നഹു വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹു ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കാണുന്നത് അള്ളാഹുവിന്റെ, അതേപോലെ തന്നെ അവന് കേൾക്കാനുള്ള കാതും, അതേപോലെ തന്നെ കാണാനുള്ള കണ്ണും, നടക്കാനുള്ള കാലുകളും, പിടിക്കാനുള്ള കൈകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാനായിരിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും നമ്മൾ ചെയ്യാന്നുള്ളത്. നമ്മുടെ കണ്ണും, നമ്മുടെ കാതും, നമ്മുടെ കാലും, നമ്മുടെ കൈയും പടച്ചവൻ എടുത്തെടുത്ത് പറഞ്ഞു. ആ 4 അവയവങ്ങൾ കൊണ്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് ഒരു ഉയർച്ച നമുക്കും സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് അറിയിച്ചു തന്നു. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. തീർച്ചയായും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനോട് കഠിനമായ ഇഷ്ടമായിരിക്കും, അങ്ങേയറ്റം ഇഷ്ടമായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, യുഹിബ്ബൂനഹും യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വേളയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകുമെന്നുള്ളതാണ്. അവനൊരു അഭയം അള്ളാഹുവിലേക്ക് തേടിയാൽ അഭയം അള്ളാഹു നൽകുമെന്നുള്ളതാണ്. നമുക്കൊക്കെ എത്ര പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. നമുക്കൊക്കെ എന്തൊക്കെ ചോദിക്കാനുണ്ട്, നമുക്കൊക്കെ എന്തൊക്കെ നേടാനുണ്ട്. ഈ ദുനിയാവിൽ തന്നെ നമ്മൾ കൊതിക്കുന്ന പലതും നമുക്കിന്ന് ലഭിക്കുന്നില്ല, നമുക്കിന്ന് തടയപ്പെടുകയാണ്. എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ചിന്തിക്കുവാനും തിന്മകളിൽ നിന്ന്, അള്ളാഹു ഹറാമാക്കിയ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം പരമാവധി വിട്ടുനിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഈ അടുത്ത് മരണപ്പെട്ടു പോയ സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ഇപ്പോഴും പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാസയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും ഈമാനും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്യന്തികമായ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്ന ഏതവനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും, മുഴുവൻ ക്രൂരരായ ഭരണാധികാരികൾക്കും തക്കതായ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഞ്ചുകുട്ടികളെ കൊല്ലാതെ കൊല ചെയ്യുന്ന ആളുകൾക്ക് നൽകി അവരെ ശിക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ارحمهما كما ربونا صغارا. ربنا ارحمهما كما ربونا صغارا. ربنا ارحمهما كما ربونا صغارا. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.